ഇപ്പം എൻ്റെ മനസ്സ് ബ്ലാങ്കാ. സൂപ്പറായിട്ടോ. ഞാൻ കുറച്ചുകൂടെ സമയം എടുത്താണ് ഓക്കെ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഒരു 2 മാസം സംസാരിച്ച് കഴിഞ്ഞാൽ 2 മാസമൊക്കെ കഴിഞ്ഞ് നേരിട്ട് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടുകാരൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വൈബ് ഗ്രാജുവലി ഞങ്ങൾ അങ്ങനെ ഇത്രയൊക്കെ വരെ എത്തി. ഈ വിവാഹം വരുമ്പോൾ ഇപ്പോൾ വിവാഹം വേണ്ട എന്നും 2 വർഷം കഴിഞ്ഞ് മതിയെന്നും ഉള്ള ആലോചനയായിരുന്നു. പക്ഷേ ഇവർ തമ്മിൽ സംസാരിക്കാനും ആ രീതിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് 2 പേരും സമ്മതിക്കുകയും അങ്ങനെ നമുക്ക് ഇന്ന് നല്ലൊരു മുഹൂർത്തം മാവേലിക്കര ശ്രീ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് താലി കെട്ടാനുള്ളൊരു അവസരമുണ്ടായി. ഞങ്ങളതിൽ ഹാപ്പിയാണ്. പിന്നെ അമ്മ ഇങ്ങനെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടാമെന്നൊരു വഴിപാട് പെൺകുട്ടിയുടെ അമ്മ നിശ്ചയിച്ചിരുന്നു. അത് കാരണമാണ് അവിടെ വെച്ച് താലി കെട്ടാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ പിന്നെ ഭഗവാനെ നട തുറന്നിരിക്കുന്ന സമയത്ത് തന്നെ താലി കെട്ടണമെന്ന് ഞങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള തുടക്കം തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു. ചേട്ടായി കല്യാണം കഴിച്ചു. ചേട്ടായി ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയി. ഇത്ര നാൾ എന്നെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു, ഇപ്പൊ ഒരാളെയും കൂടെ നോക്കണം. நிலவுகள் வரும் அழகே, கோடி கவிதைகள் தரும் பொருளே, கோடி வரமெல்லாமே ഒരു പിള്ളയാ. നമ്മൾ കണ്ടതിന് ശേഷം ഒരു 6 മാസം ഞങ്ങൾക്ക് സമയം കിട്ടി കുറച്ച് സംസാരിക്കാൻ. പിന്നെ കല്യാണം പ്രിപ്പറേഷൻസ്. ആൾ ഓസ്ട്രേലിയയിലായിരുന്നു, ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെതായ ലോങ് ഡിസ്റ്റൻസ് കുറച്ച് ബുദ്ധിമുട്ടുകളല്ല, അതിൻ്റെതായ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട്. പക്ഷെ പിന്നെ അത് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഞങ്ങളതിൽ ട്രെയിൻഡായി. ഇപ്പം ഞങ്ങൾ ഈ വെയിറ്റ് ചെയ്തിരുന്ന ഡേ വരെ അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ എത്തി. വെൽക്കം ചെയ്യന്നെ, അങ്ങനല്ല. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. അച്ഛൻ റെഡിയാണ്. വെള്ളാരത്താരം വിണ്ണിൽ തേവാരം നോൽക്കുന്നേ. അച്ഛന് ഏറ്റവും ഇഷ്ടം അവളെയാ, അതുകൊണ്ട് അച്ഛനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യും. തിരിച്ച് അതുപോലെ തന്നെയാണ് അവൾക്കും. അച്ഛനെ നന്നായിട്ട് മിസ് ചെയ്യും. ഓരോന്ന എണ്ണിക്കൊണ്ടേരൻ മാറ്റി ശീലങ്ങൾ വിശ്വാസക്കാവൽ തേടാതെ നാരായ തുഞ്ചത്തെ നേരേതോ പൊയ്യേതോ. വെള്ളാരത്താരം വിണ്ണിൽ തേവാരം നോൽക്കും
കഥ.